നിങ്ങൾ കൃത്യസമയത്ത് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ആളാണോ? എന്നിട്ടും വയറ്റിലെ ആ അസഹ്യമായ ഭാരവും അസിഡിറ്റിയും വിടാതെ പിന്തുടരുന്നുണ്ടോ? ഒരു ദിവസം മലബന്ധം, പിറ്റേന്ന് അടിക്കടി ടോയ്ലറ്റിലേക്ക് ഓടേണ്ട അവസ്ഥ. എത്ര ഡോക്ടർമാരെ കണ്ടാലും മരുന്നുകൾ കഴിച്ചാലും ഈ ദുരന്തം ഒരു വട്ടമിട്ട് വീണ്ടും വരുന്നു. എന്താണിതിനു പിന്നിലെ യഥാർത്ഥ കാരണം? നല്ല ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിൽ ഊർജമില്ല. 8 മണിക്കൂർ ഉറങ്ങിയിട്ടും വിട്ടുമാറാത്ത തളർച്ച. നിങ്ങളുടെ ശരീരം നിശബ്ദമായി നൽകുന്ന ഈ അപകട സൂചന നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പലരും നിസ്സാരമായി തള്ളിക്കളയുന്ന ഈ വില്ലന്റെ യഥാർത്ഥ കാരണങ്ങളും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാവുന്ന ലളിതമായ പരിഹാരങ്ങളുമാണ് നിങ്ങളുടെ ചാനൽ കാന്തം എന്ന് പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യം ക്ഷണിച്ചു വരുത്തുന്നതിനായി ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്നിപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കിലൂടെ അറിയിക്കാനും ഇത്തരം വിവരങ്ങൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇനി ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ വയറ്റിനുള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, നിങ്ങളുടെ വയർ, അല്ലെങ്കിൽ നമ്മൾ ഗട്ട് എന്ന് വിളിക്കുന്ന ഭാഗം. നിങ്ങളുടെ ഗട്ട് ആരോഗ്യത്തോടെ ഇരുന്നാൽ നിങ്ങളുടെ ശരീരം സ്വയം സുഖപ്പെടാൻ തുടങ്ങും. എന്നാൽ ഗട്ട് മോശമാണെങ്കിൽ ലോകത്തെ ഒരു മരുന്നിനും നിങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഈ ഗട്ട് എന്ന് പറയുന്നത്? ഗട്ട് എന്ന് പറഞ്ഞാൽ അത് വെറും വയറല്ല, അതൊരു വലിയ സിസ്റ്റമാണ്. ഭക്ഷണം ദഹിപ്പിക്കുന്നതും ഊർജം നൽകുന്നതും മനസ്സിനെ ശാന്തമാക്കുന്നതും നല്ല ഉറക്കം നൽകുന്നതും രോഗങ്ങളോട് പോരാടാനുള്ള കരുത്ത് നൽകുന്നതുമെല്ലാം ഈ സിസ്റ്റമാണ്. നിങ്ങളുടെ ശരീരം ഒരു മരമാണെങ്കിൽ അതിന്റെ വേരുകൾ നിങ്ങളുടെ വയറിലാണ്. വേര് ചീഞ്ഞാൽ മരം നശിക്കുന്നതുപോലെ ഗട്ട് മോശമായാൽ അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയില്ല. മിക്കവാറും എല്ലാ വിട്ടുമാറാത്ത രോഗങ്ങളുടെയും തുടക്കം നിങ്ങളുടെ വയറ്റിൽ നിന്നായിരിക്കും. എന്നാൽ ഈ വേരുകളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം? നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ സൂപ്പർ പവർഫുള്ളാക്കി എങ്ങനെ മാറ്റിയെടുക്കാം? ഗട്ട് ഹെൽത്ത് എന്ന പുസ്തകത്തിൽ നൽകിയിട്ടുള്ള വളരെ ശക്തമായ അറിവുകളുടെ ഒരു വിശകലനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ചും ഗട്ട് ഹെൽത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചാപ്റ്റർ 1: ഗട്ട് മൈക്രോബയോം. നല്ല ബാക്ടീരിയകളും വില്ലന്മാരും. നമ്മുടെ വയറിനുള്ളിൽ കോടിക്കണക്കിന് ചെറിയ ചെറിയ നല്ല ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ഇവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. ഇവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ തെറ്റായ ഭക്ഷണം കഴിക്കുമ്പോൾ, അമിതമായി പഞ്ചസാരയും ജങ്ക് ഫുഡും ഉപയോഗിക്കുമ്പോൾ, രാത്രി വൈകി കഴിക്കുമ്പോൾ, അമിതമായി മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ, അങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം ഈ നല്ല ബാക്ടീരിയകൾ തളർന്നു പോകുന്നു. അവിടെ വില്ലന്മാരായ ബാക്ടീരിയകൾ കരുത്താർജിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. വയറിലുണ്ടാകുന്ന അസ്വസ്ഥത വെറുമൊരു വയറുവേദനയല്ല, അത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. ദഹനം മോശമാകുമ്പോൾ ആദ്യം പ്രതിരോധശേഷി കുറയുന്നു, പിന്നെ ഉറക്കം നഷ്ടപ്പെടുന്നു, മനസ്സ് അസ്വസ്ഥമാകുന്നു, അനാവശ്യമായി ഭാരം കൂടുന്നു, ചർമ്മം മോശമാകുന്നു. അങ്ങനെ പതുക്കെ ശരീരം ഉള്ളിൽ നിന്ന് തളരാൻ തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷിയുടെ 70% നിലകൊള്ളുന്നത് വയറ്റിലാണ്. അതായത് നിങ്ങൾക്കിടയ്ക്കിടെ പനി വരുന്നതും അലർജികൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ വയറ് മോശമായതുകൊണ്ടാകാം. നമുക്ക് സന്തോഷം നൽകുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറ്റിലാണ്. വയർ അസ്വസ്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യവും വിഷാദവും വരുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ എന്ത് ആഹാരം കഴിക്കുന്നു എന്നതല്ല പ്രധാനം, നിങ്ങളുടെ വയർ അതെങ്ങനെ വലിച്ചെടുക്കുന്നു എന്നതാണ്. എത്ര മികച്ച ഭക്ഷണം കഴിച്ചാലും ഗട്ട് മോശമാണെങ്കിൽ ശരീരത്തിന് ഊർജം ലഭിക്കില്ല. നിങ്ങളുടെ വയറിനുള്ളിലുള്ള നല്ല ബാക്ടീരിയകളാണ് യഥാർത്ഥ ഹീറോകൾ. അവർ ശക്തരാണെങ്കിൽ ശരീരം ഏത് രോഗത്തോടും പോരാടും. എന്നാൽ അവർ തളർന്നാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ രോഗങ്ങളായി മാറും. പക്ഷേ നമ്മൾ അമിതമായി പഞ്ചസാരയും ജങ്ക് ഫുഡും ഉപയോഗിക്കുമ്പോഴും അമിതമായി മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും നല്ല ബാക്ടീരിയകൾ നശിച്ചുപോകുന്നു. അവിടെ വില്ലന്മാരായ ബാക്ടീരിയകൾ കരുത്തരായി മാറുന്നു. ദഹനം മോശമാകുമ്പോൾ ആദ്യം പ്രതിരോധശേഷി കുറയുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിലുണ്ട് എന്നതാണ് സത്യം. ഈ ബാക്ടീരിയകളെ നമുക്ക് 2 ഗ്രൂപ്പുകളായി തിരിക്കാം. ഒന്ന് നമ്മുടെ നല്ല സുഹൃത്തുക്കളും മറ്റൊന്ന് വില്ലന്മാരും.
നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ യഥാർത്ഥ രക്ഷകർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനും അതിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് എത്തിക്കാനും ഇവർ സഹായിക്കുന്നുണ്ട്. ഇവർ നമ്മുടെ കുടലുകളിൽ ഒരു പ്രതിരോധ കവചം പോലെ പ്രവർത്തിച്ച് പുറമേ നിന്നുള്ള രോഗാണുക്കളെ തടയുന്നു. ഇവർ സന്തോഷമായിരിക്കുമ്പോഴാണ് നമുക്ക് ഉന്മേഷം തോന്നുന്നത്. ഇനി വില്ലന്മാരെ നോക്കാം. ഇവരും നമ്മുടെ വയറ്റിലുണ്ട്, പക്ഷേ ഇവരുടെ എണ്ണം കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വില്ലന്മാർക്ക് ശക്തി കൂടുമ്പോൾ അവർ കുടലിന്റെ ഭിത്തികളിൽ വീക്കമുണ്ടാക്കുന്നു. ഇത് ഗ്യാസ്, വയർവീർക്കൽ എന്നിവയിലേക്ക് നയിക്കുന്നു. ഈ യുദ്ധത്തിൽ വില്ലന്മാർ എങ്ങനെ ജയിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചില മോശം ശീലങ്ങളാണ് ഇവർക്ക് വളമാകുന്നത്. ചീത്ത ബാക്ടീരിയകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പഞ്ചസാരയും ജങ്ക് ഫുഡും. നിങ്ങൾ മധുരം കഴിക്കുമ്പോൾ ഈ വില്ലന്മാർക്ക് ഊർജം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ അസുഖം വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന ആന്റിബയോട്ടിക് ചീത്ത ബാക്ടീരിയകളെ കൊല്ലുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നല്ല ബാക്ടീരിയകളെയും കൊന്നൊടുക്കുന്നുണ്ട്. നല്ല ബാക്ടീരിയകൾക്ക് വളരാൻ പച്ചക്കറികളിലെ നാരുകൾ അത്യാവശ്യമാണ്. അത് നൽകാതിരുന്നാൽ അവർ തളർന്നുപോകും. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ ഫലം നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ ആർക്ക് ഭക്ഷണം നൽകുന്നോ അവരായിരിക്കും ഇവിടെ ജയിക്കുക. അപ്പോൾ വില്ലന്മാരായ ബാക്ടീരിയകളെ സപ്പോർട്ട് ചെയ്യണോ അതോ നല്ലവരായവരെ ഉയർത്തിക്കൊണ്ടുവരണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ചാപ്റ്റർ 2, നമ്മുടെ രണ്ടാമത്തെ തലച്ചോറ്. നമ്മുടെ വയറിനെ ഗട്ട് ഹെൽത്ത് വിശേഷിപ്പിക്കുന്നത് രണ്ടാമത്തെ തലച്ചോറ് എന്നാണ്. വയറിന് സ്വന്തമായ തീരുമാനമെടുക്കാൻ കഴിവുണ്ട്. നമ്മൾ തെറ്റായ ഭക്ഷണം കഴിക്കുമ്പോൾ വയർ നമുക്ക് സൂചനകൾ നൽകും. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ മരുന്ന് കഴിച്ച് ആ സൂചനകളെ അമർത്തിവെക്കുന്നു. നമ്മുടെ തലച്ചോറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാഡീവ്യൂഹങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് പേടി തോന്നുമ്പോൾ വയറ്റിലൊരു പിടുത്തം അനുഭവപ്പെടുന്നതും വലിയ സന്തോഷം വരുമ്പോൾ വയറ്റിൽ പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്നതുപോലെ തോന്നുന്നതും. നിങ്ങളുടെ വയറും തലച്ചോറും തമ്മിൽ നേരിട്ട് ഒരു ഹോട്ട്ലൈൻ ബന്ധമുണ്ട്. നിങ്ങൾ ദിവസവും കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായി തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ടും നിങ്ങളുടെ വയറ്റിൽ എപ്പോഴും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വയറ്റിൽ ഒരു ഭാര കൂടുതൽ, ഒരുതരം നീറ്റൽ, നെഞ്ചരിച്ചിൽ, ഗ്യാസ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവപ്പെടുന്നു. ഇവയെല്ലാം കാരണം സമാധാനമായി ഒരിടത്തിരിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ശരീരം ഇപ്പോഴും തളർന്നിരിക്കുകയാണ്. ജോലി ചെയ്യുമ്പോഴെപ്പോഴും ഒരു മടുപ്പ്, ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, ഒന്നിനോടും ഒരു താൽപ്പര്യവുമില്ല. നിങ്ങൾ വിചാരിക്കും ഇത് ജോലിയുടെ സ്ട്രെസ് കൊണ്ടാണ് എന്ന്. എന്നാൽ ഗട്ട് ഹെൽത്ത് എന്ന പുസ്തകം പറയുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമാണ്. അതായത് ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളുടെ വയറാണെന്ന്. ചാപ്റ്റർ 3, മാനസിക സമ്മർദ്ദവും ഗട്ട് ഹെൽത്തും. നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഒരിക്കലും നന്നാകില്ല. മനസ്സും വയറും തമ്മിൽ ഒരു വലിയ കണക്ഷൻ തന്നെയുണ്ട്. ഇതിനെയാണ് മൈൻഡ് ഗട്ട് ആക്സിസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അമിതമായി ടെൻഷൻ അടിക്കുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ നിങ്ങളുടെ ശരീരം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്നുണ്ട്. ഈ സമയത്ത് ശരീരം ദഹനപ്രക്രിയയെ ഒരു അനാവശ്യ കാര്യമായി കണ്ട് അത് നിർത്തിവെക്കുന്നു. അതുകൊണ്ടാണ് സ്ട്രെസ് ഉള്ളപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാതെ വയറ്റിൽ ഗ്യാസും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റയുടനെ മൊബൈലിൽ നോക്കി വാർത്തകളോ മെസ്സേജുകളോ കണ്ട് ടെൻഷൻ അടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അത് നിങ്ങളുടെ ദഹനത്തെ അന്നേ ദിവസം മുഴുവൻ ബാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. രാവിലെ അല്പനേരം ശാന്തമായിരിക്കുന്നത് നിങ്ങളുടെ വയറിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. നമ്മുടെ നല്ല ബാക്ടീരിയകൾക്കും ഉറക്കം അത്യാവശ്യമാണ്. നിങ്ങൾ രാത്രി വൈകി ഉറങ്ങുമ്പോൾ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥ തെറ്റുന്നുണ്ട്. ഇത് വയറ്റിൽ വീക്കമുണ്ടാക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് ഗട്ട് ഹെൽത്ത് എന്നാൽ വെറും ഡയറ്റ് മാത്രമല്ല, കൃത്യസമയത്തുള്ള ഉറക്കം കൂടിയാണ്. അപ്പോൾ വയറിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു 3 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ദഹനത്തിന് സജ്ജമാക്കുകയും ചെയ്യുന്നു. ദിവസവും 20 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുക. ഇത് കുടലിലെ ചലനങ്ങളെ മെച്ചപ്പെടുത്തുകയും നല്ല ബാക്ടീരിയകൾക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. വയറ് നന്നാക്കാൻ വയറ്റിലെ ബാക്ടീരിയകളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ തലച്ചോറിനെയും ശാന്തമാക്കണം. മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഗട്ടും ശാന്തമാകും. അമിതമായ മാനസിക സമ്മർദ്ദം ഗട്ടിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ദഹനം പതുക്കെയാവുകയും വീക്കമുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട്
ദഹനം മെച്ചപ്പെടുത്താൻ മനസ്സ് ശാന്തമാക്കുക. ആഴത്തിൽ ശ്വാസമെടുക്കുന്നതും കൃത്യസമയത്ത് ഉറങ്ങുന്നതും ചെറിയ രീതിയിൽ നടക്കാൻ പോകുന്നതും വലിയ മാറ്റങ്ങളുണ്ടാക്കും. വയറിനെ പരിപാലിച്ച് ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് ഒരു നീണ്ട യാത്രയാണ്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തും. രാവിലെ എഴുന്നേറ്റയുടൻ ഫോൺ നോക്കുന്നതിനു പകരം അല്പം ശാന്തമായിരിക്കുക. എഴുന്നേറ്റയുടനെ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കാൻ സഹായിക്കും. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് വയറ്റിലെ അഴുക്കുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ദഹനവ്യവസ്ഥയും ഗട്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ പഠിക്കുക. ഏതെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ശാന്തമായ മനസ്സോടെ കഴിക്കുന്ന ലളിതമായ ഭക്ഷണം പോലും ശരീരത്തിന് വലിയ കരുത്ത് നൽകും. പതുക്കെ ചവച്ചരച്ച് കഴിക്കുന്ന ശീലവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ഗട്ടിന്റെ ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. പ്രോബയോട്ടിക് എന്നാൽ നല്ല ബാക്ടീരിയകളാണ്. പ്രീബയോട്ടിക് എന്നാൽ അവരുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് വയറ് നന്നാവാൻ നല്ല ബാക്ടീരിയകളെ വളർത്തിയെടുക്കുകയും മോശം ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയും വേണം. തൈര്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഇവ മാത്രം കഴിച്ചാൽ പോരാ. നല്ല ബാക്ടീരിയകൾക്ക് വളരാനുള്ള പച്ചക്കറികളും നാരുകളുള്ള ആഹാരവും നമ്മൾ ശരീരത്തിന് നൽകണം. അമിതമായ മരുന്നുകൾ നല്ല ബാക്ടീരിയകളെ കൊന്നുകളയുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അതുകൊണ്ടുതന്നെ നിങ്ങൾ നിങ്ങളുടെ വയറിനെ സംരക്ഷിച്ചു നിർത്തുക. നല്ല രീതിയിൽ തന്നെ പരിപാലിക്കാൻ ശ്രമിക്കുക. വയർ എത്ര നന്നാവുന്നോ അത്രയും നിങ്ങളുടെ മനസ്സും ശരീരവും മെച്ചപ്പെടും. മാനസിക സമ്മർദ്ദം കുറഞ്ഞ് നിങ്ങൾ കൂടുതൽ സന്തോഷവാനും ഊർജ്ജസ്വലനുമായി തീരും. ചാപ്റ്റർ 4 ലളിതമായ പരിഹാരങ്ങൾ. ദ ഗെയിം ചേഞ്ചേഴ്സ്. നമ്മുടെ ആരോഗ്യത്തെയും വയറിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗട്ട് നന്നാക്കിയെടുക്കാൻ വലിയ പണമോ ജിമ്മിലെ കഠിനമായ വ്യായാമങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരുന്ന 4 ചെറിയ മാറ്റങ്ങൾ മാത്രം മതി. 1. വയറിന് അല്പം വിശ്രമം നൽകുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന വലിയ തെറ്റ് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ചായ, ബിസ്ക്കറ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ, അങ്ങനെ വയറിന് വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വരുന്നു. എന്നാൽ വയർ അല്പം കാലിയായിരിക്കുന്ന സമയത്താണ് അത് സ്വയം വൃത്തിയാക്കുന്നത്. ഇതിനെ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി കുറഞ്ഞത് 12 മണിക്കൂർ നേരമെങ്കിലും വയറിന് വിശ്രമം നൽകി നോക്കുക. വലിയ മാറ്റം നിങ്ങൾക്ക് തീർച്ചയായും അനുഭവപ്പെടും. 2. എങ്ങനെ കഴിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. പലരും ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ടിവിയുടെയോ മൊബൈലിന്റെയോ മുന്നിലിരുന്നാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഭക്ഷണം നമ്മൾ വേണ്ടത്ര ചവച്ചരക്കില്ല. ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ്. ഉമിനീരുമായി കലരുമ്പോഴാണ് എൻസൈമുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഫോൺ മാറ്റിവെച്ച് ശാന്തമായി ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിക്കുന്നത് വയറ്റിലെ ഭാര കൂടുതൽ ഒഴിവാക്കാൻ സഹായിക്കും. 3. വീട്ടിലെ ലളിതമായ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം സ്വാഭാവികമാകും തോറും ഗട്ട് കൂടുതൽ സന്തോഷത്തിലാകും. അധികം മസാലയോ എണ്ണയോ ചേർക്കാത്ത വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ ശീലമാക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ ഇവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫാക്ടറികളിൽ പ്രോസസ് ചെയ്ത് പാക്കറ്റിലാക്കി വരുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ വയറിലെ നല്ല ബാക്ടീരിയകളുടെ ശത്രുക്കളാണെന്ന് നിങ്ങൾ ഓർക്കുക. 4. രാത്രിയിലെ ഭക്ഷണം നേരത്തെയാക്കുക. നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് രാത്രിയിൽ വിശ്രമം ആവശ്യമാണ്. രാത്രി വൈകി ഭാരമേറിയ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ഉറങ്ങുന്നതിനു പകരം ഭക്ഷണം ദഹിപ്പിക്കേണ്ടി വരും. അത് ഉറക്കത്തെയും ബാധിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് 2-3 മണിക്കൂർ നേരത്തെയെങ്കിലും ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഈ മാറ്റങ്ങൾ കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ഇവ നൽകുന്ന റിസൾട്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ശീലങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. 1. വയറിന് വിശ്രമം നൽകുക. 2. എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ കഴിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. 3. സ്വാഭാവികമായ ഭക്ഷണം കഴിക്കുക. അതായത് വീട്ടിലുണ്ടാക്കിയ ആഹാരം, മസാല കുറഞ്ഞ വിഭവങ്ങൾ, കൂടുതൽ പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ശീലമാക്കുക. 4. രാത്രിയിലെ ഭക്ഷണം നേരത്തെയാക്കുക. ഉയർന്ന പ്രായമുള്ളവർക്ക് അവരുടെ ഗട്ട് സംരക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രായം കൂടുന്തോറും ദഹനശേഷി കുറഞ്ഞേക്കാം. അതുകൊണ്ട് ലളിതമായ ആഹാരത്തിലേക്ക് മാറുന്നത് വളരെ നല്ലതാണ്. അതുപോലെ യുവാക്കൾ ഇപ്പോൾ തന്നെ നല്ല ശീലങ്ങൾ തുടങ്ങിയാൽ ഭാവിയിൽ രോഗങ്ങളെ പേടിക്കേണ്ടി വരില്ല.
രോഗത്തെ അമർത്തുന്നതിനേക്കാൾ നല്ലത് ഗട്ടിനെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിയുക. ചാപ്റ്റർ 5 പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ദ സൂപ്പർ ഫുഡ്സ്. നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, നമ്മുടെ വയറ്റിനുള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണെന്ന്. ആ യുദ്ധത്തിൽ നമ്മുടെ നല്ല ബാക്ടീരിയകളെ വിജയിപ്പിക്കാൻ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധങ്ങളാണ് പ്രോബയോട്ടിക്കുകളും പ്രീബയോട്ടിക്കുകളും. ഈ പേരുകൾ കേട്ട് കൺഫ്യൂഷൻ വേണ്ട, സംഗതി വളരെ ലളിതമാണ്. എന്താണ് പ്രോബയോട്ടിക്കുകൾ? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ വയറ്റിന് ഗുണം ചെയ്യുന്ന ജീവനുള്ള ബാക്ടീരിയകളാണ് പ്രോബയോട്ടിക്കുകൾ. ഇവരെ നമ്മൾ പുറമേ നിന്ന് ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തിക്കുന്നു. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് തൈര്, മോര്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, ഇഡ്ഡലി, ദോശമാവ് എന്നിവയെല്ലാം. ഇവയെല്ലാം മികച്ച പ്രോബയോട്ടിക്കുകളാണ്. ഇവ കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകളുടെ സൈന്യം ശക്തിപ്പെടുന്നു. ഇനി എന്താണ് പ്രീബയോട്ടിക്കുകൾ എന്ന് നോക്കാം. നമ്മൾ നല്ല ബാക്ടീരിയകളെ ഉള്ളിലെത്തിച്ചാൽ മാത്രം പോരാ, അവർക്ക് വളരാൻ കൃത്യമായ ഭക്ഷണം നൽകണം. ആ ഭക്ഷണത്തെയാണ് പ്രീബയോട്ടിക്കുകൾ എന്ന് വിളിക്കുന്നത്. ഇവ യഥാർത്ഥത്തിൽ നാരുകൾ അഥവാ ഫൈബറാണ്. ഉള്ളി, വെളുത്തുള്ളി, വാഴപ്പഴം, ആപ്പിൾ, ഓട്സ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലെല്ലാം ധാരാളം പ്രീബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രീബയോട്ടിക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾക്ക് കരുത്തു നൽകുന്നു. അവർ വേഗത്തിൽ പെരുകുന്നു. പ്രോബയോട്ടിക്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ ശത്രുവാണ് കേട്ടോ. പഞ്ചസാര അമിതമായി കഴിക്കുമ്പോൾ അത് ചീത്ത ബാക്ടീരിയകൾക്ക് ആവേശമാകുന്നുണ്ട്. അവർ വേഗത്തിൽ വളരുകയും നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വയറ് നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മധുരം നിയന്ത്രിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഒരു തൈര് കുടിച്ചാൽ എല്ലാം ശരിയാകില്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല. നല്ല ബാക്ടീരിയകളെ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കാവശ്യമായ നാരുകളുള്ള ഭക്ഷണം നൽകുകയും വില്ലന്മാർക്ക് പ്രിയപ്പെട്ട മധുരം ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഗട്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ചാപ്റ്റർ 6 ശരീരത്തിന്റെ ശബ്ദം കേൾക്കുക. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ? ഇതൊക്കെ എങ്ങനെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന്. സുഹൃത്തുക്കളെ, ഇതിനുത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഗട്ട് ഹെൽത്ത് എന്ന ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നമ്മളെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പകരം വളരെ ലളിതമായ പരിഹാരങ്ങളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഗട്ട് നന്നാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില ചെറിയ ശീലങ്ങൾ മാറ്റിയാൽ മതി എന്നാണ് ഈ പുസ്തകം പറയുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ അല്പനേരം മെഡിറ്റേഷൻ ചെയ്യുക, ചെറു ചൂടുവെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചവച്ചരച്ച് കഴിക്കുക, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പരമാവധി ശ്രമിക്കുക, പഴങ്ങളും പച്ചക്കറികളും പുളിപ്പിച്ച ഭക്ഷണങ്ങളും നിങ്ങൾ ശീലമാക്കുക, ജങ്ക് ഫുഡുകളും പഞ്ചസാരയും ഒഴിവാക്കി നിർത്തുക. അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എഴുന്നേൽക്കാനും പരിശീലിക്കുക. ഇതെല്ലാം നിങ്ങളുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകളെ വളർത്തുകയും ചീത്ത ബാക്ടീരിയകളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എല്ലാം ശരിയാകുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, നിങ്ങളുടെ വയറിന്റെ 80% പ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഗട്ട് ഹെൽത്ത് നമുക്ക് നൽകുന്ന ഉറപ്പ്. പക്ഷേ ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്യണം, കൺസിസ്റ്റന്റായി. ഇവിടെ മാന്ത്രിക വിദ്യകളൊന്നുമില്ല, ശരിയായ ശീലങ്ങൾ മാത്രമേയുള്ളൂ. നമ്മുടെ വയറിനുള്ളിലെ നല്ല ബാക്ടീരിയകളാണ് യഥാർത്ഥ ഹീറോകൾ. അവർ ശക്തരാണെങ്കിൽ ശരീരം ഏത് രോഗത്തോടും പോരാടും. എന്നാൽ അവർ തളർന്നുപോയാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ രോഗങ്ങളായി മാറും. നമ്മുടെ ദഹനത്തിന് മാത്രമല്ല, നമ്മുടെ തലച്ചോറുമായും ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വയറ് ശരിയല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നതും സങ്കടം തോന്നുന്നതുമെല്ലാം. നമ്മുടെ ശരീരം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. ഈ യാത്രയിൽ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. 1. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. ലോകപ്രശസ്തമായൊരു ഡയറ്റ് പ്ലാൻ ഒരാൾക്ക് ഗുണം ചെയ്യുമ്പോൾ മറ്റൊരാൾക്കത് അസ്വസ്ഥതയുണ്ടാക്കാം. അതുകൊണ്ട് മറ്റൊരാളെ അനുകരിക്കാതെ നിങ്ങളുടെ വയറിന് ഏത് ഭക്ഷണമാണ് സന്തോഷം നൽകുന്നത് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉന്മേഷം തോന്നുന്നുണ്ടോ അതോ തളർച്ചയാണോ തോന്നുന്നത്? ഏതെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങളുടെ വയറിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2. ക്ഷമയാണ് പ്രധാനം. നിങ്ങളുടെ ഗട്ട് ഒരു ദിവസം കൊണ്ട് മോശമായതല്ല. അതുകൊണ്ടുതന്നെ അതൊരു ദിവസം കൊണ്ട് നന്നാക്കുകയുമില്ല. ഇതൊരു 100 മീറ്റർ ഓട്ടമത്സരമല്ല. ഇതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ചിലപ്പോൾ നിങ്ങൾ തെറ്റായ ഭക്ഷണം കഴിച്ചു പോയേക്കാം, അല്ലെങ്കിൽ ശീലങ്ങൾ തെറ്റിയേക്കാം. അതൊന്നും സാരമില്ല. അടുത്ത ദിവസം വീണ്ടും ശരിയായ വഴിയിലേക്ക് തിരിച്ചുവരാൻ പ്രയത്നിക്കുക. നമ്മുടെ ഗട്ട് വളരെ കരുണയുള്ളതാണ്.
നമ്മളതിനെ പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ അത് സ്വയം സുഖപ്പെടാൻ തുടങ്ങുന്നു. 3. മാറ്റങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഈ ശീലങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും. നല്ല മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഉന്മേഷം, വയറിലെ ഭാരക്കൂടുതലും ഗ്യാസും കുറയുന്നത്, മനസ്സ് കൂടുതൽ ശാന്തമാകുന്ന അവസ്ഥ വരുന്നത്, ചർമ്മത്തിലും മുടിയിലുമുണ്ടാകുന്ന തിളക്കം, ഇതെല്ലാം നിങ്ങളുടെ ഗട്ട് ആരോഗ്യത്തിലേക്ക് മടങ്ങിവരുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. നിങ്ങൾ ക്ഷമയോടെ ഈ മാറ്റങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെ നല്ല പോസിറ്റീവ് റിസൾട്ട്സ് കാണിക്കും. വയർ ഭാരം കുറഞ്ഞതായി തോന്നുകയും ഉറക്കം മെച്ചപ്പെടുകയും ചെയ്യും. ക്ഷമയോടെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. സ്വന്തം വയറിനെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു രക്ഷകനായി കൂടെ നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു തിരിച്ചറിവും അറിവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇന്നു മുതൽ സ്വന്തം ജീവിതത്തിൽ പകർത്തി നോക്കൂ. ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയറും ചെയ്യുക. ഇത് ഈ വിവരങ്ങൾ അർഹതപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. വീണ്ടും കാണും വരെ പരക്കട്ടെ പ്രകാശം.